മൈ വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളിൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് എന്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണിൽ പ്രസ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ ബെൽ ഐക്കൺ. അപ്പൊ അങ്ങനെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് ആദ്യം തന്നെ കാണാൻ പറ്റും. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള പൈനാപ്പിൾ ഫ്രൈഡ് റൈസ് ആണ്. കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുക്കാൻ പറ്റിയ നല്ല സൂപ്പർ ഡിഷാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമുക്ക് നോക്കാം അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത്. ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 2 കപ്പ് ബസ്മതി റൈസ് നല്ലപോലെ വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ഞാൻ 20 മിനിറ്റ് മുമ്പ് വെള്ളത്തിലിട്ട് സോക്ക് ചെയ്തതിന് ശേഷം പിന്നെയാണ് വേവിച്ചെടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നന്നായിട്ട് തണുക്കണം. തണുത്തതിന് ശേഷം മാത്രമാണ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ തുടങ്ങാവുള്ളൂ. അപ്പൊ ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇത് 2 കപ്പ് ബസ്മതി റൈസ് ആണ്. ഇനി ഇതിലേക്ക് വേണ്ടത് പൈനാപ്പിൾ ആണ് വേണ്ടത്. നമ്മൾ പൈനാപ്പിൾ ഫ്രൈഡ് റൈസ് അല്ലേ ഉണ്ടാക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോ ഇവിടെ 1 കപ്പ് പൈനാപ്പിൾ ചെറുതായിട്ട് കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ട് ഞാൻ നുറുക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ ചേർക്കാം. ഞാനിപ്പോ എടുത്തിരിക്കുന്നത് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, കോൺ എടുത്തിട്ടുണ്ട്, സ്പ്രിംഗ് ഒനിയന്റെ വൈറ്റും എടുത്തിട്ടുണ്ട്, ഗ്രീൻ പോർഷനും എടുത്തിട്ടുണ്ട്. അപ്പം ഇതെല്ലാം ഞാൻ 1/2 കപ്പ് വീതമാണ് എടുത്തിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ മുന്നിട്ട് നിൽക്കേണ്ടത് നമുക്ക് പൈനാപ്പിളിന്റെ ഫ്ലേവർ ആണല്ലോ. അപ്പൊ അത് കാരണം പൈനാപ്പിൾ ഞാൻ 1 കപ്പും ബാക്കിയുള്ളതെല്ലാം 1/2 കപ്പും വീതമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 3 വെളുത്തുള്ളി ചെറുതായിട്ട് നുറുക്കി എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് തക്കാളിയാണ്. ഇത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്, ഓപ്ഷണൽ ആണ്, വേണമെങ്കിൽ മാത്രം എടുത്താൽ മതി. ഫോട്ടോ എടുക്കുമ്പോൾ ഒരു നല്ല കളർഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് തക്കാളിയുടെ സീഡ് മാറ്റിയിട്ട് അതിന്റെ പൾപ്പെല്ലാം മാറ്റിയിട്ടുള്ള ഭാഗം എടുത്തു വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്കിതിലേക്ക് ഗരം മസാല ചേർക്കണം. ഞാൻ 1 ടീസ്പൂൺ ഗരം മസാല ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ സോയാ സോസും ചേർക്കുന്നുണ്ട്. പിന്നെ ഇത് നല്ലെണ്ണയിലാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പൊ നല്ലെണ്ണയുടെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോ ഇവിടെ 3 വലിയ സ്പൂൺ നല്ലെണ്ണ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നതെന്ന്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ വിസ്താരമുള്ള ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഹൈ ഫ്ലെയിമിലിട്ടാണ് നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പൊ ഇത് പച്ചക്കറികളൊന്നും കംപ്ലീറ്റ് ആയിട്ട് വേകണ്ട. ആ ക്രഞ്ചി ഫീലിംഗ് നമുക്ക് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പൊ ഈ പാത്രം ഒന്ന് ചൂടാകട്ടെ. അപ്പൊ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നന്നായിട്ട് ചൂടായിട്ടുണ്ട് പാത്രം. നമുക്ക് ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് വാടി വരട്ടെ വെളുത്തുള്ളി. ആ സമയത്ത് നമുക്ക് പച്ചക്കറികളെല്ലാം ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് ഗോൾഡൻ ആകാൻ തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് ക്യാരറ്റ് ചേർക്കാം. ഇനി ഇതിലേക്ക് കോണാണ് ചേർക്കാൻ പോകുന്നത്. ഇനി ഇതിലേക്ക് സ്പ്രിംഗ് ഒനിയന്റെ വൈറ്റ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സവാളയും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് പൈനാപ്പിൾ ആണ്. ഇനി നമുക്കിതിലേക്ക് ഒരൽപ്പം ഈ സ്പ്രിംഗ് ഒനിയന്റെ ഗ്രീൻ ചേർത്ത് കൊടുക്കാം. ബാക്കി നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി നമുക്കിതിലേക്ക് സോയാ സോസ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാല. ഇനി നമുക്കിതിലേക്ക് ഒരൽപ്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ റൈസ് ഉണ്ടാക്കിയപ്പോഴത്തേക്കും പാകത്തിനുള്ള ഉപ്പ് റൈസിൽ ചേർത്തിട്ടുണ്ട്. അപ്പൊ വളരെ കുറച്ച് മാത്രം ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിക്കും. ഇനി ഇതിലേക്ക് കുരുമുളകിന്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇൻഗ്രീഡിയൻസിന്റെ ലിസ്റ്റ് പറഞ്ഞപ്പോൾ അത് പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോ ഇവിടെ 1 ടീസ്പൂൺ കുരുമുളകിന്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് റൈസ് ചേർക്കാം.
ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് യോജിപ്പിക്കണേ. ഇനി ഇതിന്റെ പുറത്തേക്ക് നമുക്ക് ബാക്കി ഉണ്ടായിരുന്ന ആ സ്പ്രിംഗ് ഒനിയനും കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുത്തില്ലേ. കുട്ടികൾക്കൊക്കെ കൊടുത്തുവിടുവാണെങ്കിൽ അവർ തീർച്ചയായിട്ടും കഴിക്കും. ഇടയ്ക്കൊക്കെ മധുരം, ആ പൈനാപ്പിളിന്റെ മധുരം ഒക്കെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പൊ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ആ പൈനാപ്പിളും പിന്നെ വെജിറ്റബിൾസും ഒക്കെ എടുത്ത് കുറച്ച് റൈസും കൂടി എടുത്തിട്ട് നോക്കാം. സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ. പാകത്തിനുള്ള ഉപ്പുണ്ട്. ആ പൈനാപ്പിളിന്റെ മധുരം ഒക്കെ കൂടി വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കണ്ട. മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്